എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ഹിരൺദാസ് മുരളി എന്ന ഒരു വേടനെ കുറിച്ചാണ്. നമുക്ക് കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ഹരമാക്കിയ, സൂര്യനേക്കാളും തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റ ഒരു കഥാപാത്രമാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ. അതായത് ഒരു ജാതിപ്പേരും പറഞ്ഞു മനുഷ്യനെ എത്ര കണ്ട് വിഡ്ഢിയാക്കാൻ പറ്റുമോ, എത്ര കണ്ട് മനുഷ്യനെ ആവേശം കൊള്ളിപ്പിക്കാമോ എന്ന് വെറും ഒരു ജാതിപ്പേര് പുളകം കൊള്ളിച്ചു. അപ്പോഴേ ആൾക്കാർ പറഞ്ഞിരുന്നു, ഈ അണയാൻ പോണ ദീപം ആളിക്കത്തുമെന്ന്. അതാണ് ഇപ്പോൾ ഈ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് സംഭവിച്ചത്. ആ പയ്യൻ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ ഒട്ടുചിറൊന്നുമല്ല. അവന് യോജിച്ച രീതിയിൽ, അവൻ പറയുന്ന രീതിയിൽ വരികൾ എഴുതുകയും അത് പദ്യമായും ഗദ്യമായിട്ടും പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്യുക, അതിൽ ആനന്ദം കണ്ടെത്തുക. എന്തോ ഈ വേടൻ എന്നൊരു ഇതും പറഞ്ഞു, എന്തോ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് ആ പയ്യൻ അറിയില്ല. ഇതൊക്കെ അയ്യങ്കാളിയൊക്കെ ജീവിച്ചിരുന്ന സ്ഥലമാണ്. ഇന്ന് ഏത് ജാതിയിലുള്ള, ഏത് താഴ്ന്ന ജാതിക്കാരിലുള്ളവർ ഇന്ന് ഭരിക്കുന്നത് മഹാരാജ്യത്തെ ഭരിക്കുകയാണ്. ഇവിടുത്തെ പ്രസിഡൻ്റാണോ ആരെന്ന് പോലും അറിയാത്ത ഈ പയ്യൻ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ ഒട്ടുചിറയല്ല. അത് അമ്മയെയും പെങ്ങന്മാരെയും മോശമായി ചിത്രീകരിക്കുന്ന വരികൾ കൂട്ടിച്ചേർത്ത് ആരൊക്കെ എഴുതി കൊടുത്ത് അത് പദ്യമോ ഗദ്യമോ അല്ലാത്തതാണ്. ഈ സന്ധ്യയുടെ മറവിൽ, രാത്രിയുടെ മറവിൽ ഉള്ള കോലാഹലമായിട്ടുള്ള പെരുമ്പറ കൂട്ടിയ സംഗീതവും ലൈറ്റുകളും, കണ്ണിൻ ചിമ്മിക്കുന്ന ലൈറ്റുകളും, കാട്ടിക്കൂട്ടുന്ന പുരിനഖവും ഇട്ട ഒരു മാലയും മണിച്ച് എന്തോ ആ പയ്യൻ കാട്ടിക്കൂടുന്ന വെച്ചാൽ വളരെ വളരെ സഹിക്കാൻ പറ്റാത്തതാണ്. അവനറിയില്ല അംബേദ്കർ ഏത് കുലത്തിൽ നിന്നാണെന്ന്. ഈ ചെറുക്കൻ എന്തോ ഇപ്പം തന്നെ ഇവിടെ വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്തൊക്കെയോ ചെയ്യണമെന്നാക്കുന്നത്. അവനറിയാം പൾസ്, ജനങ്ങളുടെ പൾസ് ശരിക്ക് പഠിച്ചൊരു മനുഷ്യനാണ്, ഒരു പയ്യനാണ്. ഇവൻ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇവൻ്റെ പയ്യനാണ്, കൊച്ചു പയ്യനാണ്. കാരണം അവന് പക്വതയില്ല. അവൻ്റെ പക്വതയില്ലായ്മയാണ് ഇതൊക്കെ എല്ലാം കാട്ടിക്കൂട്ടുന്നത്. എത്ര സ്ത്രീകളെയാണ് ഇവൻ ശാരീരികമായി ഉപദ്രവിച്ചത്. അവൻ കാണിച്ച വികൃതകൾ, വിക്രിയകൾ പറയാൻ കൊള്ളാത്ത രീതിയിലാണ് ഓരോ സ്ത്രീകളെ ഇവൻ ഉപയോഗിച്ചത്. ഇവനൊക്കെ ഇന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ആരാണെന്നറിയില്ല. ഇപ്പം ഇവനെ കണ്ടുപിടിക്കാൻ പോലീസിനും സാധിക്കുന്നില്ല എന്ന് അവൻ ഒളിവിൽ പോയിരിക്കുകയാണ്. അവൻ കുറച്ച് നാളുകളുണ്ട് നല്ല അധികം കുറച്ച് തുകയുണ്ടാക്കി അതിൽ കുറച്ച് ഷൈൻ ചെയ്തു. ആ കരപ്പുറ പെൺകുട്ടികൾ അവരോടൊപ്പം കൂടി. ഈ ഓരോ പെണ്ണും വിചാരിച്ചത് അവൾക്ക് ഇവനെ കല്യാണം കഴിക്കാൻ പറ്റും. ഇവളങ്ങനെ ഓരോ പ്രോമിസ് കൊടുക്കുക. അതായത് പറഞ്ഞാൽ നമ്മുടെ നാക്ക് വരെ നാറിപ്പോവും. ഇത് കേൾപ്പിക്കാനും വയ്യാത്ത ആ രീതിയിൽ വഷളത്തരം കാട്ടിക്കൂട്ടി ഉള്ള കോലാഹലങ്ങളും പ്രദർശനങ്ങളും കാണിച്ച് ഇപ്പോൾ എവിടെയാണെന്നറിയില്ല തീർന്നു. അതിനെ ഏറ്റുപിടിക്കാൻ കുറേ കൂട്ടാളികളും. ആ ചെറുക്കം വരുന്ന കണ്ടാൽ എന്തോ വലിയൊരു VIP വരുന്ന രീതിയിലാണ് ഇവൻ അങ്ങോട്ട് കേട്ട് ഈ മൈക്കിൻ്റെ കയ്യിരിക്കുന്ന മൈക്കിനെ ഇങ്ങനെ കറക്കി അടിക്കുക. ഇറ്റ് ഈസ് ഷെയിംലെസ്. അതിന് കാണാൻ വേണ്ടി കൂടുന്ന ആൾക്കാരുടെ കണക്കാണെങ്കിൽ അതിലും ഗംഭീരമാണ്. ഇപ്പോൾ എവിടെ? അതുകൊണ്ട് കേരളീയരോട് പറയുകയാണ്, ഈ വേടൻ എന്ന് പറഞ്ഞ പയ്യൻ കാട്ടിക്കൂട്ടിയത് വെറും മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ തട്ടിക്കൂട്ട് പരിപാടികളായിരുന്നു. ഇവിടെ വേടനെക്കാളും താഴ്ന്ന ജാതിക്കാർ നല്ല ലെവൽ ഇരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അവൻ അയ്യങ്കാളിയെക്കുറിച്ച് അറിഞ്ഞില്ല, അവൻ അംബേദ്കറെക്കുറിച്ച് അറിയുന്നില്ല, ഇപ്പോഴുള്ള പ്രസിഡന്റിനെക്കുറിച്ച് അറിയുന്നില്ല. ഇതൊന്നും അറിയാതെ കിടന്ന ഈ മനുഷ്യനെ, അതായത് രാത്രി പകലാക്കാനും പകലിനെ രാത്രിയാക്കാനും ശ്രമിക്കുന്ന ഈ പയ്യൻ ഇങ്ങനെയുള്ള കോലാഹലമായിട്ട് ഇറങ്ങിയപ്പോൾ മുമ്പേ
അതിനൊരു സ്റ്റോപ്പേജ് കൊടുക്കേണ്ടതായിരുന്നു. അതാരും ചെയ്തില്ല. അവനെ വാനോളം പുകഴ്ത്തി. എനിക്ക് ഐ എം ഫീലിംഗ് വെരി ബാഡ്. ഈ ഗവൺമെൻറ് തന്നെ അവന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു, ഒത്താശകൾ ചെയ്തു. അവൻ എന്തോ ആണെന്നുള്ള പ്രദർശനം നടത്തുക, പല ഗവൺമെൻറ് പരിപാടികളും വിളിച്ച് അവനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ഇവൻ മൂലം വേദന അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ഈ ഗവൺമെൻറ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അവൻ സുപ്രീം കോടതിയിൽ അവൻ്റെ അടുത്ത് കോടികളുണ്ട്. അവൻ അതും ജാമ്യത്തിന് വേണ്ടി നടക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ നോക്കുക, ഇനിയും വരുവൻ പല കലാപരിപാടികളുമായി. അവൻ വേടനായി വരും. ഇവൻ വേടനല്ല, ഇവൻ വേടൻ ഒരു നോർമൽ ജീവിയായിരുന്നു, നോർമൽ മനുഷ്യനാണ്. ഇവൻ വേടൻ എന്നുള്ളൊരു വാക്കും വെച്ച് ഇവൻ കാണിച്ച വിക്രിയകൾ സഹിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് അവൻ അർഹിക്കുന്ന ശിക്ഷ അവന് കിട്ടിയിരിക്കണം. മേലാൽ ഇങ്ങനെയുള്ള വേടന്മാർ ഇനി പ്രത്യക്ഷപ്പെടാതിരിക്കട്ടെ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാലും. കേരളീയർ ഇത്ര ഫൂൾസാകരുത്, ഇത്ര ഇതാകരുത്. കാരണം ഇപ്പോൾ ഈ ചെറുപ്പക്കാർക്ക് പണിയൊന്നുമില്ല. ഇങ്ങനെയുള്ള വല്ല വികൃതി കൂട്ടങ്ങളെ കണ്ടിട്ട് അവനോട് ചേർന്ന് അവനെ എസ്കാർഡാകുക, അവനോട് പൊക്കിപ്പറയുക, അവൻ്റെ വാനോളം പുകഴ്ത്തുക, കലാപരിപാടികൾ നടത്തുക. അതിൻ്റെ പിന്നാലെ ഓടുന്ന കുറച്ച് പെൺകുട്ടികളോട് പറയാണ്, ഇനിയെങ്കിലും സംഭവിച്ചു. ഇനി മറ്റുള്ള പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ഒരു വേടനാണ് വന്ന്, ഇനിയിപ്പോൾ പല വേടന്മാരും ഇവിടെ രംഗപ്രവേശനം ചെയ്യും. സൂക്ഷിക്കുക, ഇങ്ങനെയുള്ള വികൃതിത്തരങ്ങളിൽ പോയി പെടാതിരിക്കുക. വേടനെ ഗവൺമെൻറ് കഴിയുന്നത് എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ.